ദൈവസന്നിധിയിൽ എന്തിനെങ്കിലും വേണ്ടി നീ നിലവിളിക്കുമ്പോ, തമ്പുരാന്റെ മുമ്പിൽ എന്തിനെങ്കിലും വേണ്ടി നീ കൈ നീട്ടുമ്പോ, രണ്ട് കാര്യം ചങ്കിൽ ഉറപ്പിച്ചിട്ട് കൈ നീട്ടാവൂ. രണ്ട് കാര്യം ചങ്കിൽ എഴുതിയിട്ടിട്ട് കൈ നീട്ടാവൂ. ഒന്ന്, ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. രണ്ടാമത്തത്, നീ യാചിക്കുന്നതും നീ ചോദിക്കുന്നതും നിനക്ക് ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് നീ വിശ്വസിക്കണം. ഈ പള്ളി പോലെ അല്ലെങ്കിൽ ഒരു ആരാധനാലയം പോലെ എല്ലാം കാണുന്ന മറ്റേതുണ്ട്. ഒരു കുട്ടിയുടെ ജനനം തുടങ്ങുമ്പോൾ മാമോദിസ മുക്കുന്ന അവിടെയാണ്. ഒടുവിൽ മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അവൻ അവസാനം കൊണ്ടാക്കുന്നതും ആ പള്ളിക്കകത്താണ്. അയാൾ വിവാഹം നടക്കുന്ന അവിടെ തന്നെയാണ്. ഏതൊരു ആരാധനാലയവും എത്രയോ അധികം പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, എത്രയോ നഷ്ടങ്ങൾ കേൾക്കുന്നുണ്ട്, കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്, നന്ദികൾ കേൾക്കുന്നുണ്ട്. പള്ളി പോലൊരു ആരാധനാലയം കണക്കൊരു ഹൃദയം ഉണ്ടാവട്ടെ എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൽ അദ്ദേഹം എഴുതി വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്ക് ഏതാണെന്ന് വെച്ചാൽ അത് പ്രതീക്ഷയാണ്. അതിന് 3 കാര്യങ്ങളുണ്ട്: വിശ്വാസം, കാത്തിരിപ്പ്, ക്ഷമ. നമുക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി പേഷ്യൻസ്. വിശ്വാസത്തോടെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഉദ്ദേശം. പല വലിയ അത്ഭുതങ്ങളും സംഭവിച്ചിട്ടില്ല. കണ്ണുപൊട്ടറാണ്. നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഇവരുടെയൊക്കെ ഭക്തി, അമിത ഭക്തി കാണിക്കുകയും എന്നാൽ സ്വന്തം കൂടപ്പുറപ്പിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കർത്താവിന്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമെന്ന് വിചാരിച്ചു. സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശോഭയേറിയതാണ് കർത്താവിന്റെ കണ്ണുകൾ. നിന്റെ മുറുമുറുപ്പ് പോലും അവന്റെ കണ്ണിൽ പെടാതെ പോകില്ല എന്നാണ് വചനം പറയുന്നത്. ചില സമയത്ത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കർത്താവ് കണ്ണുപൊട്ടറാണ്. അതായത് നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കർത്താവ് നോക്കിയാൽ ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, ദശാംശം കൊടുക്കുന്നില്ലേ, അവന്റെ പള്ളിക്ക് കുരിശടി പണി കൊടുത്തില്ലേ, അവന്റെ വ്യാകുലമാതാവിന്റെ വലിയ സ്റ്റാച്ചു ഉണ്ടാക്കി കൊടുത്തില്ലേ, എന്നിട്ട് സ്വന്തം കൂടപ്പുറപ്പിന്റെ വീട്ടിൽ പടി കയറിയിട്ടില്ല അവൻ. ഇതൊക്കെ ചെയ്തിട്ട് ഇവൻ നേരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും നമ്മൾ വിചാരിച്ച് എവിടെ നിന്ന് കയറിയതാണാവോ ഈ ചിന്തയൊക്കെ. അപ്പൊ നമുക്ക് തമ്പുരാനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗലാത്യ 6:7 വചനം പറയുന്നുണ്ട്, മനുഷ്യ നിനക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമല്ല. നമുക്ക് ആരെ വേണേലും ചീറ്റ് ചെയ്യാം, ബട്ട്